ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഇന്ന് നമ്മളുടെ 46-ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. ദശകം 13 സ്റ്റാർട്ട് ചെയ്യുവാണ്. 12 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം 13-ാമത്തെ ദശകത്തിൽ 2 ശ്ലോകം നമുക്ക് വായിക്കാം. ആ 2 ശ്ലോകം അർത്ഥം പറഞ്ഞു പഠിക്കാം. അപ്പോൾ ആദ്യം ആ 2 ശ്ലോകം ഞാൻ വായിക്കാം. അഥ ശ്രീമദ് നാരായണീയെ ദശകം 13 ഹിരണ്യാക്ഷവധം. ഇത് ശിഖരിണി വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. നമ്മുടെ സൗന്ദര്യലഹരി ശിഖരിണി വൃത്തത്തിലാണ്. അതുപോലെ ആ വൃത്തത്തിലാണ് ഇതും രചിച്ചിരിക്കുന്നത്. ഹിരണ്യാക്ഷം താവത് വരദഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവഭക്തോ ഗത്വാ കപടവടുതീർനാരദമുനിഃ ശനൈരൂചേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം സമായാവീ വിഷ്ണോർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ നദൻ ക്വാസൗ ക്വാസൗ ഇതി സമുനിനാ ദർശിതവതാഃ ഭവന്തം സംപ്രാപത് ധരണിധരമുദ്യന്തമുദകാത്. ഇതാണ് ശ്ലോകം. ആദ്യത്തെ ശ്ലോകം നോക്കാം, പിരിച്ചു പറഞ്ഞു വായിക്കാം. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീഃ നാരദമുനിഃ ശനൈരൂചേ നന്ദൻ ധനുജമപി നിന്ദൻ തവബലം നിന്ദം സ്തവബലം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇതിൽ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹിരണ്യാക്ഷനെ താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ. അതെപ്പോഴാണ്? ആ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചില്ലേ, ഈ ഹിരണ്യാക്ഷൻ തനിക്കൊത്ത പോരാളി ആരാണെന്ന് വരുണദേവനിൽ നിന്നും അറിഞ്ഞു. മഹാവിഷ്ണുവാണ് തനിക്ക് ഒത്ത പോരാളിയെന്ന്. അങ്ങനെ മഹാവിഷ്ണുവിനെ തിരഞ്ഞു നടക്കുന്ന ഹിരണ്യാക്ഷനെ വഴി കാണിച്ചു കൊടുക്കണം. മഹാവിഷ്ണുവിനെ കാണിക്കാൻ നാരദൻ കൊണ്ടുവരുന്നതാണ് സന്ദർഭം. അപ്പം നാരദൻ വഴി കാണിച്ചു കൊടുക്കുകയാണ്. മഹാവിഷ്ണു എവിടെയാണ് എങ്ങനെയാണ് എന്ന് മഹാവിഷ്ണുവിനെ കാണിക്കാൻ. അതാണ് ഈ അധ്യായം. അപ്പം താവതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയം എപ്പോഴാണ് അപ്പോൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എപ്പോഴെന്ന് ചോദിച്ചാൽ ആ സമയം നമ്മൾ ഓർക്കുക. ഹിരണ്യാക്ഷൻ ഭഗവാനെ തെരഞ്ഞ് നടക്കുന്ന ആ സമയം. ഭവദ അന്വേഷണപരം, വരദ എന്നാണ് വിളിച്ചത് ഭഗവാനെ. വരത്തെ ദാനം ചെയ്യുന്നവൻ വരദൻ അല്ലയോ വരദ, അല്ലയോ ഭഗവാനെ. ഭവത് അന്വേഷണപരം, അങ്ങയെ അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങയെ അന്വേഷിക്കുന്നതിനായി ചരന്തം സാംവർത്തം ആ പ്രളയ സമയത്ത് പയസി, സാംവർത്തേ പയസി എന്നെടുക്കാം. പയസി വെള്ളം,
അപ്പം ആ പ്രളയജലത്തിൽ ചരന്തം, ചരിക്കുന്ന, നടക്കുന്ന എന്നൊക്കെ അർത്ഥം, ഓടി നടക്കുന്ന എന്നൊക്കെ അർത്ഥം. നിജജംഘാപരിമിതി, എത്ര വെള്ളമുണ്ട് പ്രളയജലത്തിൽ? ഭഗവാന്റെ മുഴങ്കാൽ വരെ, അല്ലെങ്കിൽ കണങ്കാൽ വരെ എന്നൊക്കെ പറയും. ആ ഭഗവാന്റെ മുഴങ്കാൽ വരെ മാത്രമേ വെള്ളമുള്ളൂ. ആ വെള്ളത്തിൽ കിടന്നാണ് ഈ അന്വേഷിക്കുന്നത് ഹിരണ്യാക്ഷൻ, ഭഗവാനെ അന്വേഷിക്കുന്നത്. അപ്പം നിജജംഘാപരിമിതി, അങ്ങയുടെ ജംഘയുടെ അത്രമാത്രം അളവുള്ള ആ വെള്ളത്തിൽ ഭവത് ഭക്തോ ഗത്വ, ഭവത് ഭക്തൻ, അങ്ങയുടെ ഭക്തനും കപടപടുതീഹി നാരദമുനി, നാരദമുനിയെ വിശേഷിപ്പിച്ചതാണ് കപടപടുതീഹി. കപടപടു എന്ന് പറഞ്ഞാൽ കപടവേഷധാരി, വ്യാജവേഷം കിട്ടിയവൻ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ആ കപടബുദ്ധിയിൽ സമർത്ഥനായ നാരദമുനി ശനൈഹി ഊജെ, ആദ്യം ആ നാരദമുനി ഗത്വ എന്ന് പറഞ്ഞു, ചെന്നിട്ട് ഗമിച്ചിട്ട്. നാരദമുനി ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ഗമിച്ചിട്ട് ശനൈഹി ഊജെ, ഊജെ എന്ന് പറഞ്ഞാൽ പറയുക, ശനൈ എന്ന് പറഞ്ഞാൽ പതുക്കെ, പതുക്കെ പറഞ്ഞു. പറഞ്ഞത് എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞതെന്നാണ് പിന്നെ നന്ദൻ, നന്ദൻ എന്ന് പറഞ്ഞാൽ നന്ദിച്ചുകൊണ്ട്, കുറച്ച് പ്രശംസിച്ചുകൊണ്ട്. ധനുജം അഭി, ധനുജം എന്ന് പറഞ്ഞാൽ അസുരൻ, ആ അസുരനെ കുറച്ച് പുകഴ്ത്തിക്കൊണ്ടും. നിന്ദം സ്തവബലം, നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇകഴ്ത്തി പറയുക, അല്ലെങ്കിൽ കുറച്ച് കൊച്ചാക്കി പറയുക. അപ്പോൾ ഭഗവാനെ കുറച്ചൊന്ന് താഴ്ത്തിക്കെട്ടിയും അസുരനായ ഹിരണ്യാക്ഷനെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞും നാരദൻ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ. സ മായാവീ വിഷ്ണുർ ഹരതി ഭവതിയാം വസുമതി, പറഞ്ഞത് ഇതാണ്. എന്താണ് ആ പറഞ്ഞത്? എവിടം വരെയാണ്? പ്രഭോ കഷ്ടം കഷ്ടം കിമിതം, ഇവിടം വരെയാണ്. സ മായാവീ വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതി പ്രഭോ കഷ്ടം കഷ്ടം കിമിതം, ഇവിടം വരെയാണ് നാരദൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ഹിരണ്യാക്ഷനെ അന്വേഷിച്ചു കൊണ്ട് നടന്ന, ഭഗവാനെ തിരഞ്ഞു നടക്കുന്ന ഹിരണ്യാക്ഷനോട് നാരദമുനി പറഞ്ഞു, എന്ത്? സാ മായാവീ വിഷ്ണുർ ഹരതി, ആ മായാവിയായ മഹാവിഷ്ണു ഹരതി, ഹരിച്ചു, കട്ടെടുത്തു. എന്തിനെ? ഭവതിയാം വസുമതി, അങ്ങയുടെ ആ ഭൂമിയെ, ഭൂമിയുടെ പര്യായമാണ് വസുമതി. പ്രഭോ, അല്ലയോ പ്രഭോ, ആ കള്ളനായ വിഷ്ണു ദാ നിൻ്റെ ഭൂമിയെ എടുത്തുകൊണ്ട് പോകുന്നു, കട്ടുകൊണ്ട് പോകുന്നു. അല്ലയോ പ്രഭോ, കഷ്ടം കഷ്ടം, കിം ഇതം, ഇതെന്താ ഇങ്ങനെ എന്ന് തേന അഭിഗതിത, തേന എന്ന് പറഞ്ഞാൽ നാരദനാൽ അഭിഗതിത പറയപ്പെട്ടപ്പോൾ നാരദൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ആ ശനൈരൂചെ എന്ന് പറഞ്ഞത്. പതുക്കെ പറഞ്ഞു നാരദൻ. എന്ത്? ആ മായാവിയായ വിഷ്ണു, ആ കള്ളനായ വിഷ്ണു ദാ നിൻ്റെ ഭൂമിയെ എടുത്തുകൊണ്ട് പോകുന്നു, കട്ടുകൊണ്ടു പോകുന്നു, ഹരതി, കട്ടുകൊണ്ടു പോകുന്നു. അല്ലയോ പ്രഭു, കഷ്ടം കഷ്ടം, ഇതെന്താ ഇങ്ങനെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ കഷ്ടം കഷ്ടം, കിമിതമിതി, ഇതെന്താ ഇങ്ങനെ എന്ന് നാരദൻ പറയപ്പെട്ടപ്പോൾ നദൻ ക്വാസവും, നദൻ എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കി ഗർജിച്ചു. ക്വാസവും ക്വാസവും, അവൻ എവിടെ എവിടെ എന്ന് ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് മുനിനാ ദർശിത പതാക, ആ മുനി വഴി കാണിച്ചു കൊടുക്കുകയാണ്. വഴി കാണിച്ചുകൊണ്ട് വഴി കാണിച്ചു കൊടുത്തു. ഭവന്തം, എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത് ഭഗവാനെ? ഭവന്തം, അങ്ങ് ഭഗവാൻ സംപ്രാപത്, സംഭരിച്ചുകൊണ്ട്, ധരണിധരം, ധരണി എന്ന് പറഞ്ഞാൽ സംപ്രാപതം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥം. അപ്പം കൊണ്ടുവരുന്ന, എന്തിനാണ് കൊണ്ടുവന്നത്? ധരണി, ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി. ധരണിധരം എന്ന് പറഞ്ഞാലോ ഭൂമിയെ ധരിച്ചുകൊണ്ട്, ഉദ്യന്തം, ഉയർന്നു വരുന്ന, ഉദകാത്, ഉദകം വെള്ളം, അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ ഭഗവാനെയാണ് കാണിച്ചു കൊടുത്തത് നാരദമുനി. നോക്ക, അങ്ങോട്ട് നോക്ക, ആ മായാവു, ആ കള്ളനായ വിഷ്ണു
നിൻ്റെ ഭൂമിയെ കട്ടുകൊണ്ടു പോകുന്നു. ഇത് കഷ്ടം കഷ്ടം, ഇതെന്താ ഇങ്ങനെ എന്ന് നാരദൻ പറയപ്പെട്ടപ്പോൾ അവൻ എവിടെ എവിടെ അവൻ എന്നും ചോദിച്ച് ഭയങ്കരമായി ഗർജിച്ചുകൊണ്ട് ആ ഹിരണ്യാക്ഷൻ നാരദമുനി വഴി കാണിച്ചു കൊടുക്കുന്ന നാരദമുനിയുടെ കൂടെ ഗത്വ പോയി. എന്നിട്ടോ കണ്ടതെങ്ങനെയാണ്? ഭവന്തം സംപ്രാപത്, അങ്ങ് കൊണ്ടുവരുന്ന ആ ഭൂമിയെ ധരിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അങ്ങയെ കാണിച്ചു കൊടുത്തു. അങ്ങ് ആ ഭൂമിയെയും കൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന കാഴ്ചയെ കാണിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ആ കള്ളൻ ഭൂമിയെ കട്ടുകൊണ്ടുപോയി എന്ന്. അപ്പം ഹിരണ്യാക്ഷം താവത് വരദഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുദീഹി നാരദമുനിഃ ശനൈരൂചേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം. അതിൻ്റെ അർത്ഥം, അല്ലയോ വരദായകനായ ദേവ, അങ്ങ് വരാഹരൂപിയായി അവതരിച്ച് ഭൂമിയെ പാതാളലോകത്തു നിന്നും ഉയർത്തിയ അവസരത്തിൽ വ്യാജത്തിൽ അതിസാമർഥ്യമുള്ളവനും അങ്ങയുടെ ഭക്തരിൽ പ്രഥമഗണനീയനുമായ ശ്രീ നാരദൻ കപടപടു എന്നൊക്കെ പറഞ്ഞു, കാപട്യത്തിൽ അതിബുദ്ധിശാലി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ കാപട്യം എന്തിനാണ് മുനി ഉപയോഗിച്ചത്? ആ ഹിരണ്യാക്ഷനെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള നിയോഗം ഭഗവാൻ നിയോഗിച്ചതാണ്. അപ്പോൾ ആ ഹിരണ്യാക്ഷനെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്നാലല്ലേ ഭഗവാൻ അവനെ കൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനൊരു നിമിത്തമാണ് ഈ നാരദമുനി. വ്യാജത്തിൽ അതിസാമർഥ്യമുള്ളവനും അങ്ങയുടെ ഭക്തരിൽ പ്രഥമഗണനീയനുമായ ശ്രീ നാരദൻ പ്രളയജലത്തിൽ അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഹിരണ്യാക്ഷനെ സമീപിച്ച് ആ അസുരേന്ദ്രനെ പ്രശംസിച്ച് സന്തോഷിപ്പിച്ചും അങ്ങയുടെ ശക്തിയെക്കുറിച്ച് നിന്ദിച്ചും സംസാരിച്ചു എന്നാദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം, സമായാവി വിഷ്ണുർഹരതി. ഭഗവാൻ അല്ലെങ്കിലും മായാവിയാണ്, അല്ലേ? മായ കാട്ടും. ഭഗവാന്റെ മായയാണ് പ്രപഞ്ചം. അപ്പം ആ മായാവിയായ അല്ലയോ പ്രഭോ, ഹിരണ്യാക്ഷ എന്ന് വിളിച്ചാണ് ആദ്യം സംസാരിച്ച. അല്ലയോ പ്രഭോ ഹിരണ്യാക്ഷ, കള്ളനായിരിക്കുന്ന ആ വിഷ്ണു അങ്ങയുടെ പ്രിയപ്പെട്ട ഭൂമിദേവിയെ അപഹരിക്കുന്നു. ഇതെന്ത് കഷ്ടമാണ് എന്നിപ്രകാരം നാരദൻ പറഞ്ഞപ്പോൾ ആ വിഷ്ണു എവിടെ അവൻ എന്ന് ആ വിഷ്ണു എവിടെ എന്ന് അലറി അട്ടഹാസം ചെയ്തുകൊണ്ട് വഴികാട്ടിക്കൊടുക്കുന്ന ആ നാരദൻ്റെ പിന്നാലെ പോയി. ആര്? ആ ഹിരണ്യാക്ഷൻ. ജലത്തിൽ നിന്ന് വന്നിട്ടോ എന്താ ഹിരണ്യാക്ഷൻ കണ്ടത്? ജലത്തിൽ നിന്നും ഭൂമിയുമായി ഉയർന്നു വരുന്ന അങ്ങയെ ആ അസുരേന്ദ്രൻ സമീപിച്ചു. ആ അസുരൻ നേരെ പോയി, അല്ലയോ പ്രഭോ എന്നൊക്കെ വിളിച്ചു ഹിരണ്യാക്ഷനെ. എന്നിട്ട് കള്ളനായിരിക്കുന്ന ആ വിഷ്ണു അങ്ങയുടെ പ്രിയപ്പെട്ട ഭൂമിദേവിയെ അപഹരിക്കുന്നു. ഇതെന്ത് കഷ്ടമാണ് എന്നിപ്രകാരം നാരദൻ പറഞ്ഞപ്പോൾ ആ വിഷ്ണു എവിടെ എന്ന് അലറി അട്ടഹാസം ചെയ്തുകൊണ്ട് വഴികാട്ടിക്കൊടുക്കുന്ന നാരദൻ്റെ പിന്നാലെ ചെന്നു. ജലത്തിൽ നിന്നും ഭൂമിയുമായി ഉയർന്നു വരുന്ന ആ ആത്മാവിനെ, അല്ലേ, ഭൂമിയുമായിട്ട് പാതാളത്തിൽ നിന്നും പൊങ്ങി വരുവാണ് ഭഗവാൻ മഹാവിഷ്ണു. അങ്ങയെ ആ അസുരേന്ദ്രൻ സമീപിച്ചു. ആ അസുരന്മാരിൽ ഇന്ദ്രനായ ആ ഹിരണ്യാക്ഷൻ ഭൂമിയുമായി വരുന്ന ഭഗവാനെ സമീപിച്ചു എന്നർത്ഥം. ഒന്നുകൂടെ വായിക്കാം. ഹിരണ്യാക്ഷം താവത് വരദഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ. പരിമിതം എന്ന് പറഞ്ഞാൽ അത്രയും അളവ്. ജംഘ എന്ന് പറഞ്ഞാൽ മുഴങ്കാൽ അല്ലെങ്കിൽ കണങ്കാൽ.
ആ മുഴങ്കാൽ വരെ, ഭഗവാന്റെ മുഴങ്കാൽ വരെ മാത്രമേ വെള്ളമുള്ളൂ. ആ വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ഹിരണ്യാക്ഷൻ ഭഗവാനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പം നിജജങ്കാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ഗത്വാ ശനൈരൂചേ നന്ദൻ ധനുജം അഭിനിന്ദം സ്തവബലം. ശനൈഹി പതുക്കെ, ഊചേ പറഞ്ഞു, പതുക്കെ പറഞ്ഞു. ധനുജം അഭി, ധനുജം എന്ന് പറഞ്ഞാൽ നിന്ദം സ്തവബലം, നിന്ദിച്ചുകൊണ്ടും പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം. സമായാവീ വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദം ഇതി തേനാഭിഗതിതഃ. നദൻ ക്വാസൗ ക്വാസൗ, നദൻ എന്ന് പറഞ്ഞാൽ ഗർജിച്ചു, ഒച്ചയുണ്ടാക്കി. ക്വാസൗ ക്വാസൗ, അവൻ എവിടെയാണവൻ എന്ന് ചോദിച്ച് തപ്പി നടക്കുകയാണ്. സ മുനിനാ ദർശിതപതാഹ, ആ മുനിയാൽ അപ്പം രണ്ടാമത്തെ ശ്ലോകം. സമായാവീ വിഷ്ണു ഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഹിതഃ. അപ്പോൾ അല്ലയോ പ്രഭോ ഹിരണ്യാക്ഷ, കള്ളനായിരിക്കുന്ന മഹാവിഷ്ണു അങ്ങയുടെ പ്രിയപ്പെട്ട ഭൂമിദേവിയെ അപഹരിക്കുന്നു. ഇതെന്ത് കഷ്ടമാണ് എന്നിപ്രകാരം നാരദൻ പറഞ്ഞപ്പോൾ ആ വിഷ്ണു എവിടെ അവൻ എന്നലറി അട്ടഹാസം ചെയ്തുകൊണ്ട് വഴികാട്ടിക്കൊടുക്കുന്ന നാരദൻ്റെ പിന്നാലെ ചെന്ന് ജലത്തിൽ നിന്നും ഭൂമിയുമായി ഉയർന്നു വരുന്ന ആ ഭഗവാനെ അസുരേന്ദ്രൻ സമീപിച്ചു എന്ന് രണ്ടാമത്തെ ശ്ലോകം. സമായാവീ വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിദിതഃ. നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതവതാഹ. ഭവന്തം സംപ്രാവത് ധരണിധരമുദ്യന്തം ഉദകാത്. ധരണി, ഭൂമി, ധരം ധരിക്കുന്നത്, ഭൂമിയെ ധരിച്ചുകൊണ്ട് എന്നർത്ഥം. സംപ്രാവത് കൊണ്ടുവരിക. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ സ്വാമി.